ഇപ്പോൾ വനമന്ത്രി ശ്രീ AK ശശീന്ദ്രൻ ചേരുന്നു. മിനിസ്റ്റർ, ഈ സംഭവം അറിഞ്ഞിരുന്നോ? പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് കടുവയുടെ ആക്രമണത്തിൽ ഇപ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മിനിസ്റ്റർ, ഒരു വിവരം കിട്ടിയത് ഒരു സ്ത്രീയുടെ ജഡം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്താനിടയിൽ കണ്ടെത്തിയതാണ്. അത് കടുവയുടെ ആക്രമണം മൂലം ഉണ്ടായതാണെന്ന് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും തുടർ നടപടികൾക്കുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആ പോയി വന്നതിന് ശേഷം കിട്ടുന്ന വിവരം വെച്ചുകൊണ്ട് നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അവർക്ക് ഇപ്പോൾ നിയമാനുസൃതം കിട്ടേണ്ട എല്ലാ പരിരക്ഷയും കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിനിസ്റ്റർ, ആ മേഖലയിൽ ഈ കടുവ ആക്രമണം കൂടുതൽ രൂക്ഷമാവുകയാണെന്ന് പറയുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? വല്ലാത്ത അവസ്ഥയാണല്ലോ അത്. മിനിസ്റ്റർ കേൾക്കാമോ? ഓക്കെ, ഫോൺ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ നിയമാനുസൃതം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ഇത് പക്ഷേ ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇപ്പോൾ മാത്രമല്ല, 2022, 2023 പകുതിയൊക്കെ മുതൽ തന്നെ വയനാട്ടിൽ ഇത്തരത്തിൽ കടുവയുടെ വാർത്തകൾ ആവർത്തിച്ച് വരുന്നതാണ്. 2023 ഡിസംബർ ആണെന്ന് ഓർമ്മ. ഒരു കർഷകൻ, പിന്നീട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ കടുവ ഇറങ്ങുന്നുണ്ട്, ആടിനെ പിടിക്കുന്നുണ്ട്, വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് നേരത്തെ സുർജിത്ത് പറഞ്ഞ വകയിലെ പ്രജീഷ്, അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ ഈ പറയുന്ന വർഷങ്ങളിൽ മാസക്കണക്കിനെന്നോണം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ആ മേഖലയുണ്ട്. ആ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ രാധ എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ. അവർ കാപ്പി പറിക്കാൻ പോയതാണ്. സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയപ്പോൾ കടുവാ സാന്നിധ്യം ഒന്നും ഇല്ലാത്ത മേഖലയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കടുവയെ ഭയക്കില്ല. മാത്രമല്ല, ഇനി അമരക്കുനിയിൽ കണ്ടതെന്താണ്, കടുവയുണ്ട്, ജനവാസ മേഖലയിൽ തന്നെയാണ് എന്നറിഞ്ഞിട്ടും 10 നാൾ നമ്മൾ കാത്തു നിൽക്കേണ്ടി വന്നു ഈ കടുവയൊന്ന് കൂട്ടിലാക്കാൻ. 10 നാൾ കടുവ എവിടെയെന്നറിയാതെ ഒരു ക്ലൂ ഇല്ലാതെ നമുക്ക് നിൽക്കേണ്ടി വന്നു. നമ്മുടെ റഡാറിൽ നിന്നൊക്കെ അകന്ന് കടുവ എവിടെയൊക്കെ ഒളിച്ചിരുന്നു. അതിനിടയിൽ കൃത്യം എല്ലാ രാത്രികളിലും ഇറങ്ങി 5 ആടുകളെ പിടിക്കുന്ന കടുവയെ നമ്മൾ കണ്ടു. അങ്ങനെ കൺവട്ടത്തുണ്ടായിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കടുവ അമരക്കുനിയിൽ കണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ കടുവാ സാന്നിധ്യമില്ലാത്ത മേഖലയിൽ ആളുകൾ അങ്ങനെ പ്രതീക്ഷിക്കില്ലല്ലോ. അങ്ങനെ ഒരു മേഖലയിലാണ് കടുവ ഇറങ്ങി. ഏത് സ്ഥലത്ത് നമ്മൾ നമ്മൾ പേടിപ്പിക്കുകയാണെന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ജനം ഭീതിപ്പെട്ടാൽ അവരെ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. അതിന് കാരണം ഓൾ ഓഫ് എ സഡൻ ഏത് മേഖലയിൽ നിന്നും ആ മേഖലയിൽ കടുവ ഇറങ്ങാം, വളർത്തുമൃഗങ്ങളെ പിടിക്കാം, മനുഷ്യരെ പിടിക്കാം എന്ന് പറയുന്ന അങ്ങേയറ്റം ഭീതിജനകമായൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്, എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വയനാട് മാനന്തവാടിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു പാവം സ്ത്രീയെ കടുവ പിടിച്ചു കൊന്ന ഈ വാർത്ത. മുജീബ് എന്നൊരാൾ നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹം എനിക്കൊന്ന് രാധയെ കണ്ട ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് മൃതദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് സങ്കടമാവുകയാണ്. അത്രത്തോളം അങ്ങേയറ്റം ഭീകരമായ രീതിയിൽ കടുവ കടിച്ചു കൊന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മേഖലയിലെ കടുവാ ഭീതി അങ്ങേയറ്റം രൂക്ഷമായും തീവ്രമായും തുടരുകയുമാണ്.